നമസ്തേ. കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേരൻ്റ് വന്നു. അതായത് ഓട്ടിസം ഉള്ളൊരു കുട്ടിയുടെയാണ്. ഒരു പുറമെയാണ് താമസം, US-ലാണ്. അപ്പോൾ ആ കുട്ടിക്ക് തെറാപ്പി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം തെറാപ്പി 3 കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടറെ എന്നാണ് ഉത്തരം കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ തെറാപ്പികളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ അവർ ഒക്യുപ്പേഷണൽ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് ഇതൊക്കെയാണ് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാനതിൽ സ്പീച്ചും അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി മാത്രമേ കൊടുക്കുന്നുള്ളൂ. മറ്റേത് രണ്ടും എനിക്ക് തോന്നിയില്ല. കാരണം കുട്ടിക്ക് ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല എന്നാണ് പേരൻറ്റ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ച അവനും സെൻസറി ഇഷ്യൂസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അവർ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒക്യുപ്പേഷൻ തെറാപ്പിയും പിന്നെ സ്പീച്ചാണ്. സ്പീച്ച് എല്ലാ ദിവസവും ഉണ്ട്. ഒക്യുപ്പേഷൻ തെറാപ്പി ആഴ്ചയിൽ ഒരു ദിവസമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഒക്യുപ്പേഷൻ തെറാപ്പിയും വേണം തോന്നിയില്ല. ഇതിലെനിക്ക് പേരൻസിനോട് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. എന്തിനാണ് ഈ ഒക്യുപ്പേഷൻ, ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്? സത്യത്തിൽ നമ്മുടെ ആവശ്യം സ്പീച്ച് വരിക അല്ലെങ്കിൽ കുട്ടി സംസാരിക്കുക എന്നാണെങ്കിൽ പോലും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം ചിലപ്പം ബിഹേവിയർ തെറാപ്പിക്കും ഒക്യുപ്പേഷണൽ തെറാപ്പിക്കും ചെയ്യാനുള്ളത്. ഇങ്ങനെ പോകുന്ന ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു 6 മാസത്തെ തെറാപ്പി കൊടുത്തതിന് ശേഷം എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് അതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ മിക്കവാറും പറയാറുള്ളത്, ഒരു പ്രൊഫഷണലിൻ്റെ അസസ്മെൻറ്റ് പ്രകാരം എന്തൊക്കെ തെറാപ്പികളാണ് ആ കുട്ടിക്ക് വേണ്ടത് എന്ന് അവരോട് നിശ്ചയിക്കാൻ പറയുക. നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ നോക്കിയിട്ട് സ്പീച്ച് കുറവാണെങ്കിൽ സ്പീച്ച് തെറാപ്പി കൊടുക്കാനും, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ നോക്കിയിട്ടാണ് മിക്കവാറും, അത് ടാക്റ്റൈലാണോ അത് വിഷ്വലാണോ ഓഡിറ്ററി ആണോ എന്നൊന്നും നമ്മൾ നോക്കാണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് പറയുകയാണ് ആ കുട്ടിക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് ചിലപ്പോൾ കുട്ടി കാണിക്കുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയും ചിലപ്പോൾ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആവാം. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ പ്രൊഫഷണലിന് മാത്രമാണ്. അതിൽ തന്നെ ഒരു റിഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റിനാണ് കുറച്ചുകൂടെ സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപ്പേഷണൽ, ലേബിയ ഇതിൽ എത്രയൊക്കെ അളവിൽ കുട്ടിക്ക് കൊടുക്കണം, അത് ഓരോ 3 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴും അസസ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പാറ്റേൺ ക്രമീകരിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈ തെറാപ്പി കൊടുത്തതിൻ്റെ പരിപൂർണ്ണ ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എന്ത് തെറാപ്പി കൊടുക്കുകയാണെങ്കിലും ദർ ഷുഡ് ബി എ ഫാദർ എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മൾ ഓരോ മാസവും ആ കുട്ടിക്ക് ഉണ്ടാക്കുന്ന എന്താണോ ഗോള്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ? ആ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ രീതിയാണെന്ന് പറയാം. ആർക്കാണ് ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുക? പഠിച്ചൊരു പ്രൊഫഷണലിനെ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗോള് സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മാസവും കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, 1 കൊല്ലം നമ്മൾ തെറാപ്പി കൊടുത്തു, മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് എവിടെയാണ് മാറ്റം ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും തെറാപ്പിസ്റ്റ് പറയാൻ പോകുന്നത്, ഞങ്ങൾ ബിഹേവിയർ തെറാപ്പി ചെയ്യാൻ പറഞ്ഞു, അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതിൽ തെറാപ്പി സെൻറ്ററുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണോ ആ കുട്ടിക്ക് ആവശ്യമുള്ളത് അതാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് സ്പീച്ചിന് സ്ലോട്ട് ബാക്കിയുണ്ട് എന്നാൽ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത്. അത് നമ്മൾ ആ കുട്ടിയെ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ നമ്മൾ നശിപ്പിക്കുന്നത് പോലെ തന്നെയാണത്. അത് പേരൻസും ശ്രദ്ധിക്കുക, തെറാപ്പി സെൻറ്റർമാരും ശ്രദ്ധിക്കുക. നമസ്തേ.